പെൺസുഹൃത്തുമായുള്ള വിവാഹത്തെ എതിർത്തതിന് പിതൃ സഹോദരനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിലായി. എറണാകുളം അയ്യപ്പൻകാവ് സ്വദേശി അഭിജിത്ത് പ്രസാദാണ് പിടിയിലായത്. വാഹനാപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. കാണാം. റാംഷ CPയോട് ചോദിക്കാം കൂടുതൽ വിവരങ്ങൾ. റാംഷ, കൊല്ലാൻ വേണ്ടി തന്നെയായിരുന്നു ഇയാളത് ആദ്യമായിട്ടല്ല. ഇയാൾ ഇതിനു മുൻപ് സ്വന്തം മാതാവിനെയും പിതാവിനെയും സമാനമായ കാരണത്തിന്റെ പേരിൽ തന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കുറ്റവാളിയാണല്ലേ? ഷിഹാസ്, ഇന്നലെ രാവിലെയാണ് കൊച്ചി അയ്യപ്പൻകാവിന് സമീപം ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. അയ്യപ്പൻകാവ് സ്വദേശി അഭിജിത്താണ് ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്നത്. പെൺസുഹൃത്തുമായുള്ള വിവാഹത്തെ എതിർത്തതിനെ തുടർന്നാണ് വല്യച്ഛനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമമുണ്ടായത്. സംഭവം എങ്ങനെയാണ്? രാവിലെ ഈ വല്യച്ഛൻ ഇരുചക്ര വാഹനത്തിൽ മുന്നേ സഞ്ചരിക്കുന്നു. ഇതിന് തൊട്ട് പുറകിലായി കാറിൽ അമിത വേഗത്തിലെത്തി അഭിജിത്ത് ഈ വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. വാഹനത്തിൽ നിന്ന് തെറിച്ചു വീണ വല്യച്ഛന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. തലയിൽ ഉൾപ്പെടെയാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏതായാലും സംഭവത്തിന് ശേഷം ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച അഭിജിത്തിനെ നാട്ടുകാർ പോലീസുമെല്ലാം ചേർന്ന് പിടികൂടുകയുണ്ടായി. പോലീസ് ഇയാളെ പിടികൂടി പിന്നീട് കസ്റ്റഡിയിലെടുത്ത് റിമാൻഡിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇയാൾക്കെതിരെ ഇത്തരമൊരു പരാതി ഉയരുന്നത് ആദ്യമായല്ല എന്നതാണ് പോലീസ് പറയുന്നത്. നേരത്തെ ഇതേ കാര്യത്തിന്, അതായത് പെൺസുഹൃത്തുമായുള്ള വിവാഹം എതിർത്തതിനെ തുടർന്ന് സ്വന്തം രക്ഷിതാക്കളെ പോലും ആക്രമിക്കാൻ ഇയാൾ തയ്യാറായി. ഇക്കാര്യത്തിൽ രക്ഷിതാക്കൾ പോലീസിലെത്തി പരാതി നൽകിയിട്ടുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ വല്യച്ഛനെ ഇടിച്ചു തെറിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ് പോലീസ്. ശരി റാംഷ, സ്വന്തം രക്ഷിതാക്കളെയും ഇപ്പോൾ വല്യച്ഛനെയും കൊല്ലാൻ ശ്രമിച്ച ഒരു കേസിലെ പ്രതിയാണ്. പെൺസുഹൃത്തിനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇയാൾ കാരണമായി പറയുന്നത്. എന്താണെങ്കിലും അച്ഛനെയും അമ്മയും കൊല്ലാൻ ശ്രമിച്ചതിന് ശേഷവും ആ പെൺസുഹൃത്ത് ഇയാളെ വിട്ടു പോയിട്ടില്ല. ആ പെൺസുഹൃത്തിനോട് പറയാനുള്ളത് എത്രയും വേഗം ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ് താങ്കൾക്ക് നല്ലത്. കാരണം ഇയാളൊരു അസൽ സൈക്കോയാണ്.